പറയുന്നത് കേക്കണം. എന്റെ കുഞ്ഞിനെ കാണാനില്ല. അതിന്റെ വിഷമത്തിലാ ഞാൻ. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു തരണം. നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണോ അത്? യുവർ ഓണർ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കേസും വാള് നഷ്ടപ്പെട്ട കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവരുടെ കയ്യിൽ വാൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ആ രത്നങ്ങൾ ഇവരുടെ മുറിയിൽ നിന്ന് കിട്ടിയത്. ഇവരാണ് യഥാർത്ഥ കുറ്റവാളി. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യുവർ ഓണർ, പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കുളിക്കടവിൽ ആരോ ഊരി വെച്ചൊരു സ്വർണമാല ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് കാക്കയുടെ ചുണ്ടിൽ നിന്നും ആ സ്വർണമാല മറ്റൊരാളുടെ വീടിന്റെ മുറ്റത്ത് വീണു. അയാളുടെ മകൾ അതെടുത്ത് കഴുത്തിലണിഞ്ഞു. പക്ഷേ അന്വേഷിച്ചു വന്നപ്പോ അയാൾ പ്രതിയായി. നിരപരാധിയായ അയാൾ ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ യഥാർത്ഥത്തിൽ അയാൾ കുറ്റവാളിയാണോ? അയാളുടെ മകൾ കുറ്റവാളിയാണോ? കാണാമറയത്തേക്ക് പറന്നുപോയ ആ കാക്കയാണ് യഥാർത്ഥ കുറ്റവാളി. ഇവിടെയും യഥാർത്ഥ കുറ്റവാളി ആ കാക്കയെ പോലെ തന്നെ കാണാമറയത്താണ്. യുവർ ഓണർ, ഈ കാക്കയുടെ കഥയും വാളിന്റെ കേസും തമ്മിൽ എന്താണ് ബന്ധം? പിന്നെങ്ങനെയാണ് ഇവരുടെ മുറിയിലെ രക്തങ്ങൾ വന്നത്? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? ആരെങ്കിലും സാക്ഷികളുണ്ടോ? യുവർ ഓണർ, മാഡത്തിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു മോഷണം നടന്നില്ലേ? ഞാൻ ചോദിച്ചത് സത്യമല്ലേ മാഡം? സത്യമാണ്. ഇന്നലെ രാത്രിയില് എന്റെ വീട്ടില് മോഷണം നടന്നിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത് ഈ പേനയല്ലേ? അത് അല്ല, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അല്ല, എന്റെ വീട്ടിൽ മോഷണം നടന്നെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ ഈ നീതി അനുസരിച്ച് ഈ പേനയെക്കുറിച്ചൊരു അന്വേഷണം വന്നാൽ യഥാർത്ഥത്തിൽ അറസ്റ്റിലാവുന്ന മേഡം തന്നെയാണ്. കാരണം ഇവരിത് എങ്ങോട്ടാ പോകുന്നത്? എന്തായാലും നമുക്ക് പോയി നോക്കാം. ആര്? ആ അർച്ചന. അവള് മാത്രമല്ലല്ലോ, മീനാക്ഷിയുണ്ട്. നടേശ, പറപ്പിക്കടാ. വണ്ടി ആനച്ചാൽ കാട് വഴി പോട്ടടാ. രണ്ടെണ്ണത്തിനെയും കാട്ടാനക്കൂട്ടം അങ്ങ് തീർത്തോളും. അവരെങ്ങോട്ടാ പോയത് കാർത്തിക്? എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, റൈറ്റ് എടുക്കാം, നമുക്ക് നോക്കാം.
പെമ്പിള്ളേർ രണ്ടും കൽപ്പിച്ചാണല്ലോ. രണ്ടിനും ഒരു പണി കൊടുക്കണമല്ലോ. നടേശാ, അവന്മാര് അങ്ങോട്ടേ പോയതെന്ന് തോന്നുന്നു. എന്ന് വണ്ടി എടുക്ക.